വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്തകൾ, പ്രബോധനങ്ങൾ, പ്രസംഗങ്ങൾ, അദ്ദേഹം എഴുതുന്ന രേഖകൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മാർപ്പാപ്പ ജൂൺ 14 G7 സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തെ പറ്റിയുള്ള ഒരു ചിന്തയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ് മാർപ്പാപ്പ അവിടെ സംസാരിച്ചത്. ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഈ സമ്മേളനത്തിൽ വന്ന്, പ്രത്യേകിച്ച് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ വലിയ സാധ്യത, അതിനെക്കുറിച്ച് കൂലങ്കഷമായി മനുഷ്യൻ്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ചിന്തിക്കണം, പഠിക്കണം, തീരുമാനങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞത്. നമുക്ക് അറിയാം, പരിസ്ഥിതിയെക്കുറിച്ച് മാർപ്പാപ്പ ശക്തമായ സന്ദേശങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നൽകുന്നുണ്ട്. മനുഷ്യകുലത്തിൻ്റെ നന്മ ഇവിടെ ഉറപ്പാക്കണമെങ്കിൽ പരിസ്ഥിതിയുടെ കാര്യത്തിൽ എല്ലാ ലോകങ്ങളും, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എത്രയോ ശക്തമായി അദ്ദേഹം പറഞ്ഞു. അത് കുറേയൊക്കെ അനുരണനങ്ങൾ എല്ലാ രംഗത്തും ഉണ്ടാകാൻ കാരണമാക്കിയിട്ടുണ്ട് എന്നത് സത്യമാണ്. ഇവിടെ നമുക്കറിയാം, G7 ഉച്ചകോടി എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ കൂട്ടായ്മയാണ്. അതിൽ വരുന്നത് ഫ്രാൻസ് ഉണ്ട്, USA ഉണ്ട്, UK ഉണ്ട്, ജർമ്മനി ഉണ്ട്, ജപ്പാനുണ്ട്, ഇറ്റലി ഉണ്ട്, കാനഡ ഉണ്ട് എന്നീ 7 വികസിത രാജ്യങ്ങളാണ്. ഒപ്പം യൂറോപ്യൻ യൂണിയനും അകപ്പാടെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യാന്തര ഫോറത്തിൽ സജീവ സാന്നിധ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലം 2023 മെയ് 19 മുതൽ 21 വരെ ജപ്പാനിലെ ഹിരോഷിമയിലാണ് G7 ആ അവസാന ഉച്ചകോടി നടന്നത്. അംഗരാജ്യങ്ങളെ കൂടാതെ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാഷ്ട്രങ്ങൾ ഈ വർഷത്തെ നിർണായക സമ്മേളനത്തിൽ പ്രത്യേകം ക്ഷണിതാക്കളാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ അതിൽ പങ്കെടുത്ത കാര്യം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. മാർപ്പാപ്പ അവിടെ സംസാരിച്ചത് നമുക്കറിയാം, നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഈ വികസിത രാജ്യങ്ങളുടെ ആഗോള കൂട്ടായ്മയായ G7 ഉച്ചകോടി നടന്നത് ഈ കൊല്ലം 2024 ജൂൺ 13 മുതൽ 15 വരെ ഇറ്റലിയുടെ ആതിഥേയത്വത്തിലാണ്. തെക്കൻ ഇറ്റലിയിലാണ്, ആ മേഖലയിലായ പൂഗ്ലിയായിൽ ചേർന്ന സമ്മേളനമായിരുന്നു. വത്തിക്കാൻ്റെ ഭരണാധിപനാണ് മാർപ്പാപ്പ. അതോടൊപ്പം തന്നെ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ആണദ്ദേഹം. ലോകത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഈ ഗ്രൂപ്പ് 7 സമ്മേളനത്തിൽ, രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ അത് മാർപ്പാപ്പയ്ക്ക് സാധിച്ചത് വലിയ ഒരു കാര്യമായി ചൂണ്ടിക്കാട്ടാം. ഏതാനും വർഷങ്ങളായി നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, പഠനങ്ങൾ നടക്കുന്നുണ്ട്. വത്തിക്കാൻ തന്നെ പല സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുകയും ഇതേപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നത് നമുക്കറിയാം. മാർപ്പാപ്പ ഈ കൊല്ലം 2024 ലോക സമാധാന ദിനത്തോടനുബന്ധിച്ച് നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ്, അതിൻ്റെ സംവിധാനങ്ങളുടെ വികാസത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്, ഊന്നി പറഞ്ഞത് എന്നത് ശ്രദ്ധേയമാണ്. ഞാൻ തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ മാർപ്പാപ്പയുടെ ആ പ്രബന്ധം, ആ അവതരണം കൂടുതലായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരാമുഖ പ്രഭാഷണമായി കണ്ടാൽ മതി. പിന്നീട് ഈ മെയ് മാസത്തിലാണല്ലോ നമ്മൾ ആഗോള മാധ്യമ ദിനം സഭയൊക്കെ കൊണ്ടാടുന്നത്. അതിനോടനുബന്ധിച്ച് മെയ് മാസം 9 12 ആഗോള മാധ്യമ ദിനം ആചരിക്കുന്നത്. മാർപ്പാപ്പ നൽകിയ സന്ദേശം സത്യത്തിൽ നിർമ്മിത ബുദ്ധിയും ഹൃദയത്തിൻ്റെ ജ്ഞാനവും
സമ്പൂർണമായ മാനുഷിക ആശയവിനിമയത്തിലേക്ക് എന്ന ശീർഷകത്തിലാണ്. നമുക്ക് അതും ഞാൻ നിങ്ങളോട് വിശദീകരിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ അവസരങ്ങളും സാധ്യതകളാണ്, അപകടവും മനുഷ്യത്വത്തിലുള്ള വളർച്ചയും ഈ സന്ദേശത്തിൽ, പ്രത്യേകിച്ച് മാധ്യമദിന സന്ദേശത്തിൽ മാർപ്പാപ്പ അക്കമിട്ട് പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് പരിശുദ്ധ പിതാവ് G7 ഉച്ചകോടിയിലും തൻ്റെ സന്ദേശം നൽകിയത് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാർപ്പാപ്പ പ്രത്യേകിച്ച് ലോകത്തിന് ഉതകുന്ന, ലോകത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ സന്ദേശങ്ങളാണല്ലോ നൽകുന്നത്. വെറും ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല, സാമൂഹിക, സാംസ്കാരിക, ശാസ്ത്രീയമായ നേട്ടങ്ങൾ, ആ നേട്ടങ്ങളെ മാർപ്പാപ്പ കാണുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച്, ധാർമ്മികമായി അത് ഉപയോഗിക്കുമ്പോൾ, മനുഷ്യന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും ലോകത്തെ താക്കീത് ചെയ്യാൻ, അതിനോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ശൈലിയാണ് എപ്പോഴും മാർപ്പാപ്പ എടുക്കുന്നത് എന്നത് നമുക്ക് ശ്രദ്ധേയമായ കാര്യമാണ്, അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ 14-ാം തീയതി, ജൂൺ മാസം 14-ാം തീയതിയാണ് മാർപ്പാപ്പ G7 സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചത്. അത് പല കാരണങ്ങളാൽ ശ്രദ്ധേയമാണ്. അത് ഒരു ആഗോള നേതാവിൻ്റെ ശബ്ദമാണ് പ്രതിഫലിപ്പിക്കുന്നത്. കാരണം മാർപ്പാപ്പയെപ്പോലെ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികൾ വേറെയില്ല. പക്ഷെ ഒരു ധാർമ്മിക സ്വരമാണ് അദ്ദേഹത്തിൻ്റേത്. അത് ലോകത്തിൻ്റെ ധാർമ്മിക സ്വരമെന്നാണല്ലോ മാർപ്പാപ്പമാർ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അത് വലിയ അധികാരം ഉപയോഗിച്ചുള്ള വാക്കുകളല്ല, സത്യം പ്രഘോഷിക്കുന്നു, സ്വീകരിക്കാൻ മനുഷ്യനെ, ലോകത്തെ ക്ഷണിക്കുകയാണ് മാർപ്പാപ്പ അങ്ങനെ അതുവഴി ചെയ്യുന്നത്. അവിടെ നമ്മളറിയാം, നിർമ്മിത ബുദ്ധിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ മാർപ്പാപ്പ ഒരു കടുത്ത നിലപാടല്ല എടുത്തിരിക്കുന്നത്. അതങ്ങ് ഒഴിവാക്കി വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, സന്തുലിതമായിട്ടുള്ള ഒരു സമീപനമാണ് മാർപ്പാപ്പയുടെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു ആഗോള നീതിക്കായി അത് മാർപ്പാപ്പ എപ്പോഴും സ്വരമുയർത്തുന്നതാണ്. അതിൻ്റെ ഒരു സ്വരം, ആത്മീയ സ്വരമാണ് മാർപ്പാപ്പയിൽ നിന്ന് വരുന്നത്. അതാണല്ലോ അദ്ദേഹത്തിന് കരണീയമായിട്ടുള്ള കാര്യവും എന്ന് നമുക്ക് അറിയാവുന്നതാണ്. കുറച്ച് കാലമായി കൃത്രിമ ബുദ്ധി നിലവിലുണ്ടെങ്കിലും ഈ മേഖലയിലെ പുതുമകളിലേക്കുള്ള അതിൻ്റെ പ്രവേശനത്തിൻ്റെയും കാര്യത്തിൽ കഴിഞ്ഞ 1-2 വർഷങ്ങൾ തികച്ചും ആവേശകരമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഭയങ്കര ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണ്. ധാരാളം ചർച്ചകൾ ശാസ്ത്രീയ രംഗത്ത്, അതുപോലെ തന്നെ ടെക്നോളജിയുടെ, സാങ്കേതിക വിദ്യയുടെ രംഗത്ത് ഒക്കെ നടന്നിട്ടുണ്ട്. അതുവഴി നമുക്കറിയാം അതിൻ്റെ അനന്തമായ സാധ്യതകൾ വിരിഞ്ഞു വരികയാണ്. മനുഷ്യന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതലായി ഈ യന്ത്രത്തിൻ്റെ സഹായത്തോടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി കൂടുതൽ വലുതായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ശാസ്ത്രീയ രംഗത്താണെങ്കിലും സാഹിത്യ രംഗത്താണെങ്കിലും ഭാഷയുടെ രംഗത്താണെങ്കിലും എല്ലാ രംഗങ്ങളിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ഒരു നിലപാടാണുള്ളത്. അതിലേക്കാണ് നമ്മുടെ വാതിലുകളെല്ലാം തുറക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അപകടം സംഗീത രംഗത്താണെങ്കിൽ ഭയങ്കരമായ മുന്നേറ്റങ്ങൾ വരുന്നുണ്ട്, വൈദ്യശാസ്ത്ര രംഗത്തുണ്ട്, ഗവേഷണം തുടങ്ങിയ നിരവധി മേഖലകളിൽ. നമുക്കറിയാം, ഒരു ഗവേഷണത്തിന് ഒരാൾ പഠിക്കുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഈ യന്ത്രത്തിൻ്റെ സഹായത്തോടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ. മറ്റൊരു കാര്യം, തെറ്റായ വിവരങ്ങളും തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള വിവരങ്ങളും. നമുക്കറിയാം, ആധുനിക ലോകത്തിൻ്റെ ആശയവിനിമയത്തിൻ്റെ രംഗത്തെ ഒരു വലിയ പ്രശ്നമാണിത്. എളുപ്പത്തിൽ സൃഷ്ടിക്കുന്നതും അവയുടെ വിപുലമായ പ്രചാരണവും നമുക്കറിയാം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയി നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത് എന്നതും നമ്മൾ ഓർക്കണം.
ലോകമെമ്പാടും തന്നെ സമീപകാല തിരഞ്ഞെടുപ്പുകളുടെ രംഗത്ത് എന്തെല്ലാം രംഗങ്ങളിലാണ് ഇത് വരുന്നത്. നമുക്ക് മാർപ്പാപ്പയുടെ ആ സന്ദേശങ്ങൾ, 2 സന്ദേശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഈ കൊല്ലത്തെ ലോക സമാധാനത്തിൻ്റെ അതോടനുബന്ധിച്ച് നടത്തിയത് നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ മാർപ്പാപ്പ ഈ കൊല്ലത്തെ കഴിഞ്ഞ മാസം മെയ് മാസത്തിൽ മാധ്യമദിനത്തോടനുബന്ധിച്ചും മാർപ്പാപ്പ ഈ നിർമ്മിത ബുദ്ധിയുടെ തലത്തിലുള്ള അതിൻ്റെ ഭവിഷ്യത്തുകൾ ആശയവിനിമയ രംഗത്തുണ്ടാകുന്നതിനെക്കുറിച്ചാണ് ലോകത്തോടെ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് കത്തോലിക്കരായ ആളുകൾ കൂടുതൽ വിലയിരുത്താൻ ആവശ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പുകളിൽ പലതും സൂചിപ്പിക്കുന്നത് പോലെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഇളക്കാൻ കാരണമാകുന്നെന്നുള്ള, കാരണം ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. ആളുകളെ തീവ്ര രാഷ്ട്രീയ നിലപാടുകളിലേക്ക് നയിക്കാനും എല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു എല്ലാ രംഗങ്ങളിലും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതിൻ്റെ നന്മയുണ്ട്, അതിൻ്റെ പ്രശ്നം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മനുഷ്യൻ കണ്ടെത്തുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും നന്മയും ഉണ്ട്, തിന്മയും ഉണ്ട്. നന്മ മനുഷ്യവർഗത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയ്ക്കും വേണ്ടി ഉപയോഗിക്കണം. തിന്മ അതേസമയം നമുക്കറിയാം പരിവർജിക്കുകയും ചെയ്യണം. അത് തീരുമാനിക്കേണ്ടത് മനുഷ്യൻ തന്നെയാണ്. ഇതാണ് മാർപ്പാപ്പ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. മനുഷ്യൻ തന്നെയാണ് അതിൻ്റെ അന്തിമ മനുഷ്യ നന്മ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഏതൊരു കണ്ടുപിടുത്തവും ഏതൊരു പുരോഗമനവും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന ആശയമാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. പരിശുദ്ധ പിതാവ് പ്രത്യേകിച്ച് G7 ഉച്ചകോടിയിൽ ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യത്യസ്ത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൃത്രിമ ബുദ്ധിക്ക് വലിയ പങ്കുണ്ട്. ഇപ്പം ഇന്നങ്ങനെ നീങ്ങുന്നുണ്ട് കാര്യങ്ങൾ. 1-2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്, നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു വായ്പ എടുക്കണമെന്ന് വിചാരിക്കുക. അത് അനുവദിക്കണമോ വേണ്ടയോ എന്നത് കൃത്രിമ ബുദ്ധിയുടെ ടൂളുകൾ വിശകലനം ചെയ്യുന്ന ക്രെഡിറ്റ് സ്കോറുകളെ വളരെയധികം ആശ്രയിച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട് പലയിടത്തും. കൃത്രിമമായിട്ട് അത് ആ സ്കോറുകൾ എടുക്കുകയാണ്. ഡേറ്റ കൊടുക്കുന്ന ഡേറ്റ വെച്ച് പറയുകയാണ്. മനുഷ്യത്വം കാണുന്നില്ല. വായ്പകൾ മനുഷ്യൻ്റെ ആവശ്യം കാണാതെ പോകും. യന്ത്രങ്ങൾക്കുള്ളൊരു പ്രശ്നം ഇതാണല്ലോ, വികാരമില്ല. അവർ ബുദ്ധി വളരെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് തന്നെയും പറ്റാവുന്ന ഒരു വലിയ അപകടം പണ്ട് പറയുമായിരുന്നു, അറിവ് വർദ്ധിക്കുന്നു, ബുദ്ധിശക്തി വർദ്ധിക്കുന്നു, പക്ഷേ മനുഷ്യനെ കാണുന്നതിൽ, അവൻ്റെ ആവശ്യങ്ങൾ കാണുന്നതിൽ, അവൻ്റെ ദാരിദ്ര്യം കാണുന്നതിൽ ശ്രദ്ധയില്ലാതെ വരുന്ന ഒരവസ്ഥയെപ്പറ്റി പറയുന്നത് പോലെയാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതും കേൾക്കുകയുണ്ടായി, ഒരു വ്യക്തിക്ക് ജാമ്യം കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി, നിർമ്മിത ബുദ്ധി വഴി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. തടവുകാലം എത്രയായിരിക്കണം മുതലായ കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായിട്ട് വായിക്കാനിടയായിട്ടുണ്ട്. അത് ഓർക്കണം. ജനങ്ങളുടെ ജീവിതത്തെപ്പറ്റി അന്തിമ തീരുമാനമെടുക്കാൻ കഴിവുള്ള പല മാരക ആയുധങ്ങളും എപ്പോഴാണ് പ്രവർത്തനക്ഷമമാകേണ്ടതെന്ന് സ്വയമാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അവർ തന്നെ തീരുമാനിക്കുക, യന്ത്രത്തിലൂടെ തീരുമാനിക്കുകയാണ്. ഒരു യുദ്ധസമയത്തൊക്കെ ഇതിൻ്റെ അപകടങ്ങൾ, അവൻ വിജയിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റിയൊക്കെ നമ്മൾക്ക് ചിന്തയുണ്ടാകണം. അതുകൊണ്ടാണ് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ, നിർമ്മിത ബുദ്ധിയുടെ അപകടങ്ങൾ, ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനായിട്ട് മാർപ്പാപ്പ സന്നദ്ധമായത്. പല വൻകിട രാഷ്ട്രങ്ങളും അവരുടെ താല്പര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യൻ്റെ നന്മയ്ക്ക് ഊന്നൽ കൊടുക്കണം എന്ന് പറയാനാണ് മാർപ്പാപ്പ ശ്രമിച്ചത്. അത് മനോഹരമായിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിൻ്റെ അപകട സാധ്യതയും ലോകം കൂടുതലായി മനസ്സിലാക്കി വരുന്നുണ്ട് ഇന്ന്. ഇപ്പോൾ ഈ കാര്യ പ്രശ്നങ്ങൾ ഉദാഹരണം ഞാൻ എടുത്തു കാട്ടിയത് വെച്ച് നോക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യരാശിയുടെ ഭാവിക്ക്, ഫ്യൂച്ചറിന് നിർമ്മിത ബുദ്ധി ഹാനികരമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ മതിയായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പരിശുദ്ധ പിതാവ് ഈ സമ്മേളനത്തിൽ തൻ്റെ പ്രബന്ധത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ലോകരാഷ്ട്രങ്ങൾ അത് കേൾക്കുമോ, അതനുസരിക്കുമോ എന്നത് അവരുടെ കാര്യമാണ്. മാർപ്പാപ്പയ്ക്ക് പറയാനല്ലേ സാധിക്കുകയുള്ളൂ.
മറ്റൊരു ഊന്നൽ മാർപ്പാപ്പയ്ക്ക് എപ്പോഴും പ്രിയങ്കരമായിട്ടുള്ളതാണ്. എപ്പോഴും മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ലോകത്തിലെ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും അവസാനമായിരിക്കുന്ന, നമ്മൾ പറയുകയല്ലേ, ദ ലാസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ്, പ്രാസോപ്പിച്ച് പറയാറുണ്ട്. ഏറ്റവും അവഗണിക്കപ്പെടുന്ന, ഏറ്റവും അവസാനമായിരിക്കുന്ന, ഏറ്റവും ദരിദ്രമായിരിക്കുന്ന ആളുകളുടെ കാര്യത്തെക്കുറിച്ച് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്വരമാണ് മാർപ്പാപ്പയുടേത്. എവിടെയും എപ്പോഴും. ഇവിടെയും മാർപ്പാപ്പ പറയുകയാണ്, ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ ആ സമീപനത്തിൻ്റെ അനുസൃതമായി മാർപ്പാപ്പ പറയുകയാണ്, നിർമ്മിത ബുദ്ധിയുടെ വികസനത്തിൻ്റെ നിലവിലെ പാത, ഇപ്പോൾ പോകുന്ന രീതി, വികസ്വര ലോകങ്ങളും മേധാവിത്വ അധീന വർഗങ്ങളും തമ്മിലുള്ള അന്തരം, അതാണ് ഉള്ള രാജ്യങ്ങളും സമ്പന്ന രാജ്യങ്ങളും ഇല്ലാത്തതും ദരിദ്ര രാജ്യങ്ങളും തമ്മിലും, അധീശത്വമുള്ള ആളുകളും അതില്ലാത്ത ആളുകളും തമ്മിലുള്ള അന്തരം വല്ലാതെ വർദ്ധിപ്പിക്കുന്നതിനാണ് കാരണമാകുന്നത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അത് ആ വെല്ലുവിളി മാർപ്പാപ്പ എടുത്തു കാട്ടുകയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് സമ്പന്ന രാഷ്ട്രങ്ങളാണ്. അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അവരുടെ ഉന്നതിക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. കൈകാര്യം ചെയ്യുന്ന പല സ്ഥാപനങ്ങളും എത്രമാത്രം ചൂഷണാത്മകമാണ് എന്ന് പല പഠനങ്ങളും കാണിക്കുന്നു എന്ന് ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ അവിടെ പറയുകയുണ്ടായി. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ലോകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് G7 സമ്മേളനത്തിലെ ഈ പ്രസംഗം മനസാക്ഷിയുടെ ഒരു സ്വരത്തിലേക്ക് കടന്നു പോകാനുള്ള ആഹ്വാനമാണ് നൽകുന്നത്. പല തൊഴിൽ മേഖലകളിലും ഇത് ചെലുത്തിയേക്കാവുന്ന ആഘാതം പണ്ഡിതന്മാർ ഇതിനോടകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നതും നമ്മൾ ഓർക്കണം. മാത്രമല്ല, തൊഴിൽ സംബന്ധമായ സ്ഥാനചലനങ്ങളുടെ വെല്ലുവിളി നേരിടാൻ ആഗോള സമൂഹം തയ്യാറാണോ എന്നതും സംശയമാണ്. കാരണം തൊഴിൽ ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല, അവർക്ക് അവരുടെ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകാനും സാധിക്കില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി യന്ത്രങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോൾ തൊഴിലിൻ്റെ ഒരു വലിയ പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. അതേക്കുറിച്ചുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നുണ്ട്. പല രാജ്യങ്ങളുടെ നിയമവാഴ്ചയുടെ ഭാവിയിൽ അത് ചെലുത്തിയേക്കാവുന്ന ആഘാതം നമുക്ക് അവഗണിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. നിയമവാഴ്ച തകർക്കുന്നതിന്, അപ്പോൾ എല്ലാ തരത്തിലും മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്നതിനുള്ളൊരു ഉപാധിയായിട്ട് തീരുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തയാണ് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത്. നിർമ്മിത ബുദ്ധി കൈകാര്യം ചെയ്യുന്ന പല സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന ചൂഷണ രീതികൾ തുറന്നു കാട്ടേണ്ടതും അവ എത്രയും വേഗം പരിഹരിക്കേണ്ടതും പ്രധാനമാണ് എന്ന് മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ, ഈ പ്രബന്ധത്തിൽ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് മാർപ്പാപ്പ തൻ്റെ ഈ പ്രസംഗത്തിൽ പറഞ്ഞത്. ഞാനിതൊരു ആമുഖമായിട്ട് പറയുകയായിരുന്നു, ഇപ്പോൾ ഏറ്റവും അവസാനം മാർപ്പാപ്പ പറഞ്ഞതാണ്. പക്ഷെ അതിനു മുമ്പുള്ള ആ രണ്ട് രേഖകൾ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ക്രിസ്ത്യാനികളോട് പ്രധാനമായും പറയുന്ന തരത്തിലാണ്. തീർച്ചയായും ലോകത്തോട് മുഴുവനുമാണ്. ലോക സമാധാനത്തെ പറ്റിയുള്ള അവിലെ നിർമ്മിത ബുദ്ധി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ വിശദമായി മാർപ്പാപ്പ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനത് നമുക്ക് പഠിക്കാനായിട്ട് നോക്കാം, അവതരിപ്പിക്കാനായിട്ട് നോക്കാം എന്നാണ് ഇവിടെ പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒട്ടനവധി ഈ ടൂളുകൾ ഉപയോഗിക്കുന്നത്, വികസിത രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് എപ്പോഴും അവരുടെ കാര്യസാധ്യത്തിലേക്കും അവരുടെ ലാഭത്തിലേക്കും അവരുടെ നേട്ടത്തിലേക്കും കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. സാമ്പത്തിക നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ പാവപ്പെട്ടവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മാർപ്പാപ്പയെ കൂടുതൽ ആകുലപ്പെടുത്തുന്നത്, ലോകത്തെ ആകുലപ്പെടുത്തേണ്ടതും. അതുകൊണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും, എല്ലാ രാജ്യങ്ങളും ഏറ്റവും അനുയോജ്യമായ നിയന്ത്രണ ചട്ടക്കൂടുകൾ എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് നടപ്പാക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി മാർപ്പാപ്പ പറഞ്ഞത് നിർമ്മിത ബുദ്ധിയോടെ മനുഷ്യകേന്ദ്രീകൃതമായ സമീപനം വികസിപ്പിക്കണമെന്നാണ്. ഈ മാർപ്പാപ്പയുടെ ഈ നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം
അതിൻ്റെ ചട്ടക്കൂടിനായി നാം തിരയുമ്പോൾ മനുഷ്യ മഹാത്മ്യത്തിനും സഭയാണ് ഏറ്റവും കൂടുതൽ, സുവിശേഷങ്ങളാണ്, ക്രിസ്തുവാണ് ഏറ്റവും കൂടുതൽ മനുഷ്യ മഹാത്മ്യത്തിന്, മനുഷ്യ മൂല്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അത് പരിഗണിച്ചുകൊണ്ട് വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിലും അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നതിലും നാം ഉപയോഗിക്കേണ്ടത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഓരോ മനുഷ്യൻ്റെയും നന്മ ലക്ഷ്യം വയ്ക്കണം. നമുക്ക് മാർപ്പാപ്പ അവിടെ പ്രസംഗിച്ചൊരു കാര്യമുണ്ട്, അതേപ്പറ്റി നമ്മൾ വിശദീകരിച്ചു കൊള്ളാം. അൽഗോർ നൈതികത, അതിൻ്റെ നീതിയെപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞു. അപ്പോൾ അതൊക്കെ മാർപ്പാപ്പയുടെ ആ ചിന്തകളെല്ലാം ലോകത്തിന് വഴികാട്ടിയാകും എന്ന കാര്യത്തിലും സംശയമില്ല. എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുന്നു. മാർപ്പാപ്പ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള 2 പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകസമാധാന ദിനത്തിന് നൽകിയതും അതുപോലെ തന്നെ ലോക ആശയവിനിമയ ദിനത്തിന് നൽകിയതും നമുക്ക് പിന്നാലെ കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം.